അപ്പോ ഇജ്ജെന്താ വരാൻ പറഞ്ഞേ? കാറ് രണ്ടും കുട്ടികളെ കൊണ്ടേക്കണേ. നമുക്ക് അർജന്റായിട്ട് മഞ്ഞയമാട് വരെ ഒന്ന് പോണം. ഇജ്ജ് വണ്ടി എടുത്തൂടെ? ഹലോ, ഈ പാറക്കലും മൻസൂറിന്റെ വീട് ഏതാ? ഇന്നലെ ഗൾഫിൽ നിന്ന് വന്നേ. അത് നിങ്ങൾ വന്ന റോഡില്ലേ, ഇവിടുത്തെ 4ാമത്തെ വീട് തന്നെയാണ്. ഏത്? ഇവിടെ ഇറക്കിറങ്ങുമ്പോഴേ? ആ ഇറക്കിറങ്ങുമ്പോൾ റൈറ്റില് വീടാണ്. ഒരു വെള്ള പൈൻ്റ് അടിച്ചിട്ടുണ്ടാവും. എന്നാ ഓക്കെ, എന്നാല് ആ ശരി. വരണേ. വണ്ടി എടുത്ത് നമ്മളെ കുടുംബക്കാരനാ ഷഫീഖേ. ആ നിങ്ങളെന്തേ വൈക്ക്? ഞാനടാ നമ്മളെ മാനുപ്പാന്റെ പെണ്ണുങ്ങള് ഫോണ് വീണ് പൊട്ടിയിരുന്നു. അവന്റെ ചങ്ങായി വന്നപ്പോ ഫോണ് കൊണ്ടുവന്നിരിക്കുന്നത്, അത് വാങ്ങാൻ വേണ്ടി പോയതാ. അത് ശരി. അതല്ല ഷഫീഖേ, കല്യാണം പറഞ്ഞിട്ട് ജന്തി വരാഞ്ഞി? അതിന് ഞങ്ങള് കല്യാണത്തിന് നിന്നാല് നിങ്ങക്ക് പറ്റുമോ? അതെന്താടാ ഷഫീഖ് ജി പറഞ്ഞത്? അന്ന് ഞമ്മക്ക് പറ്റായിണ്ടാ? ഇജിന്റെ അമ്മാന്റെ അഞ്ചത്തിന്റെ മോന്റെ മോളെ കുട്ടിയല്ലേ? ഈ ബന്ധം ഉണ്ടായിട്ടാ അന്ന് കല്യാണം പറയാൻ വന്നപ്പോ എന്റെ ഒരു തുള്ളി വെള്ളം കുടിക്കാതെ നിങ്ങള് പോയത്? അത് നേരെ ഞാഞ്ഞിട്ടല്ലടാ, അനക്കറിഞ്ഞൂടെ കല്യാണം പറയാൻ പോകുമ്പോഴുള്ള അവസ്ഥ. അത് ശരി, നേരമില്ലാത്തോണ്ടായിരുന്നല്ലേ. അപ്പൊ എന്റെ വീട്ടില് കോഴിക്കോളും ആടാളൊന്നും ഉള്ളതുകൊണ്ടല്ലേ? ഞാൻ കേട്ട് നിങ്ങക്ക് വൃത്തിയില്ല, അവിടെ ചാണത്തിന്റെ മണാണ്, മറ്റാണ് മറിച്ചാണെന്നൊക്കെ. മുറിയാത്ത കുടുംബം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിലൊക്കെ അങ്ങനെ വോയിസ് വന്നിരുന്നല്ലോ. ആരടാ എന്നോട് ഇതൊക്കെ പറഞ്ഞത്? അത് ഗ്രൂപ്പിലെ വോയിസ് കേട്ടിട്ട് തന്നെയാണ് ഞങ്ങൾ വരാറുന്നത്. ഞങ്ങളെ വീട്ടിൽ വരുമ്പോ ആർക്കും പിന്നെ പൂച്ചക്കും പട്ടിക്കൊന്നും കൊടുക്കുന്ന പാത്രത്തിലൊന്നും ഞങ്ങൾ വെള്ളവും ചോറും ചായൊന്നും ആർക്കും കൊടുക്കലില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ നമ്മളെ ചെറൂരെ കുഞ്ഞുമുൻ്റെ നിങ്ങള് പിന്നെ ലൊഹറിന് പോയിട്ട് അസറിനല്ലേ ചോറൊക്കെ വെച്ചാണ് നിങ്ങൾ ഇറങ്ങിയത്? പറയുമ്പോ അവിടെ 2 നായ്ക്കളില്ലേ? അപ്പൊ ഈ ഞജസ്സും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ലേ? നിങ്ങൾക്ക് തന്നെ പൈസ ഇല്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഒരു തന്നെയാണ്. ആ ഒരു 2 തട്ടുകൾ കാണും. ഷെഫീഖ, ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇജ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുകാണ്ട് ഇങ്ങനത്തെ വർത്താനൊന്നും പറയല്ലേ. ഞാനേ ആരെങ്കിലും പറയണത് കേട്ടിട്ട് പറയല്ല. നിങ്ങളൊക്കെ തന്നെ ഈ മുറിയാത്ത കുടുംബം തന്നെ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് കുടുംബം മുറിക്കുന്ന പരിപാടി നിങ്ങൾ എടുക്കുക ചെയ്യാ. ഇത് നോക്കില്ല, ഗ്രൂപ്പിൽ വന്നില്ല. വണ്ടി എടുക്ക് നമ്മൾ പോവാ. അതെ, ഇനിയിപ്പോ ആ തെളിവൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ആകെ കുലുമാലാവും. പണമുള്ളവനെയും പണമില്ലാത്തവനെയും വേർതിരിച്ചു കാണുന്ന ചില അപൂർവം ബന്ധുക്കൾ ഇതുപോലെ നമുക്കിടയിലുണ്ട്.